നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ബിരിയാണി തീർന്നുപോയെന്ന് പറഞ്ഞതിന് ഹോട്ടൽ ഉടമയെ ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. കോഴിക്കോട് ചേളന്നൂറാണ് ആക്രമണം നടന്നത്. ഹോട്ടൽ ഉടമയായ ഒ വി രമേശിനെ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ഫറൂഖ് റിവർവ്യൂ ഹോട്ടൽ ഉടമ ഫിറോസിനെ ഇന്നലെ മുതൽ കാണാനില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കാൻ ബന്ധുക്കൾ അറിയിച്ചു. പാലക്കാട് ഷൊർണൂരിൽ ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ പൊട്ടി വീണ അപകടം. ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിൻ്റെ മുകളിലേക്കാണ് വൈദ്യുതി തൂൺ പൊട്ടി വീണ് അപകടമുണ്ടായത്. കുളപ്പുള്ളിയിൽ നിന്നും കണയം വഴി വല്ലപ്പുഴയ്ക്ക് പോകുന്ന റോഡിൽ മണ്ണാരം പാറയിൽ പുലർച്ചെ 4:30 അപകടം. കണ്ടെയ്നർ ലോറി വൈദ്യുത ലൈനിൽ കൊളുത്തി വലിച്ചതോടെ 4 തൂണുകൾ തകർന്നു വീഴുകയായിരുന്നു. ഇതിൽ ഒരു പോസ്റ്റാണ് ആംബുലൻസിന് മുകളിലേക്ക് വീണത്. ഡ്രൈവർ ഉൾപ്പെടെ ആംബുലൻസിൽ ഉണ്ടായിരുന്നവർ ഷോക്ക് ഏൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ വൈറൽ പനിക്കൊപ്പം ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും കൂടുന്നു. ജില്ലയിൽ ഈ കൊല്ലം എലിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയ 12 പേർ മരിച്ചു. പകർച്ചവ്യാധികൾ തടയാൻ ജാഗ്രത പാലിക്കണമെന്ന് കോഴിക്കോട് DMO നിർദ്ദേശിച്ചു. MLC എൽസ കപ്പൽ അപകടത്തിൽ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി. അപകടത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാവില്ലെന്ന് കപ്പൽ കമ്പനി വ്യക്തമാക്കി. 9,531 കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി അറിയിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി നഷ്ടപരിഹാര തുക നൽകില്ല എന്ന് അറിയിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് മരവിപ്പിച്ചു. ഹൈക്കോടതിയാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് മരവിപ്പിച്ചത്. ഒരു കൂട്ടം ഹർജികളാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. തകർന്ന മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത എന്തുകൊണ്ട് ശരിയാക്കുന്നില്ലെന്ന ചോദ്യം കോടതി നിരന്തരം ചോദിച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാത്തതിനാലാണ് നടപടി. തമിഴ്നാട് ഉദുമൽപേട്ടയിൽ SIയെ വെട്ടിക്കൊന്നു. ഗുഡിമംഗലം പോലീസ് സ്റ്റേഷനിലെ SI ഷൺമുഖസുന്ദരമാണ് കൊല്ലപ്പെട്ടത്. മടത്തിക്കുളം MLA മഹീന്ദ്രൻ്റെ തോട്ടത്തിലെ ജീവനക്കാരനാണ് കൊലപാതകം നടത്തിയത്. UAEയിലെ ഖോർഫഖാനയിൽ നേരിയ ഭൂചലനം രേഖപ്പെടുത്തി. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൊവ്വാഴ്ചയാണ് ഈ കാര്യം അറിയിച്ചത്. റിക്ടർ സ്കെയിലിൽ 2 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രി 8:35 ഭൂചലനം രേഖപ്പെടുത്തിയത്. താമസക്കാർക്ക് നേരിയ തോതിൽ പ്രകമ്പനം അനുഭവപ്പെട്ടെങ്കിലും യാതൊരു പ്രത്യാഘാതങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.